നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ XAUUSDയിൽ അതായത് ഗോൾഡിൻ്റെ ചാർട്ടിൽ ഒരു എൻട്രി എടുക്കുന്ന സെറ്റപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സ്റ്റഡി പ്രകാരം ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, അതായത് പ്രൈസ് ആക്ഷൻ രീതിയിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ എന്തുകൊണ്ടാണ് അവിടുന്ന് എൻട്രി എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രി എടുക്കാനുള്ള റീസൺ വേറൊന്നുമല്ല. മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ താഴെ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ട് തിരിച്ച് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാതെ ആ 1 അവർ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വന്ന് ക്ലോസ് വെച്ചു. ഓക്കെ, ഇപ്പം ഇതൊരു 1 അവറിലെ സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഓക്കെ, അതിന് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റി. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് ചെല്ലുമ്പോൾ ആ ബ്രേക്ക് ചെയ്ത ഹൈ ഉണ്ടല്ലോ, അതൊരു സപ്ലൈ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും, നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ക്യാൻഡിലിൻ്റെ കൺഫർമേഷനും കൂടെ എടുത്തിട്ടാണ് ആ ഒരു എൻട്രി എടുത്തിരിക്കുന്നത്. അവിടെ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, ആ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ. അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക്, ആ ഒരു ബോഡിക്ക് അടുത്തേക്ക് തിരിച്ചൊരു പുൾ ബാക്ക് ചെന്ന സമയത്താണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. ഓക്കെ, ആ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് SL വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് താഴത്തോട്ട് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, ഒരു 5 മിനിറ്റ് സപ്പോർട്ട് അവിടെ ഒരു ക്രിയേറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റിലൊരു സപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ കുറേ തവണ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയും കൂടെ. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നമ്മൾ ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഒരു ബിഗ് മൂവ് മുകളിലോട്ട് പോയത്, ആ ഒരു സപ്ലൈ ഏരിയയിലേക്ക് പോയത്. അപ്പം താഴെ നിന്നും ഇത്രയും ദൂരം മുകളിൽ അവിടെ ചെന്നതുകൊണ്ട് മാർക്കറ്റ് കുറച്ച് നേരം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പിന്നീട് നമ്മൾ താഴത്തോട്ട് വരുന്നത്, ടാർഗറ്റിലേക്ക് വരുന്നത്. അത് കൂടുതൽ സമയം അങ്ങനെയാണ് സംഭവിക്കുന്നത്. മാർക്കറ്റ് താഴെ നിന്നും നല്ലൊരു ദൂരം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം സൈഡ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പിന്നെ മൂവ് ചെയ്യുന്നത്. അത് നേരെ നമ്മളൊരു സപ്പോർട്ട് ഏരിയയിലാണെങ്കിലും മുകളിൽ നിന്നും താഴത്ത് നല്ല സ്പീഡിൽ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ മുകളിലോട്ട് പോകുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെയും താഴത്തോട്ട് പോകുന്നതോ ഒക്കെ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് തവണ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ പല പല ചാർട്ടുകളിൽ ഇത് സ്ഥിരം കാണുന്നത് കൊണ്ടാണ് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കൂടുതൽ സമയം നമ്മൾ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്താണ് ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് നല്ലൊരു മൂവ് താഴത്തോട്ടോ മുകളിലോട്ടോ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെയും അതേ കണക്ക് തന്നെ കയറി പോകത്തില്ല, ഒന്ന് സ്പെൻഡ് ചെയ്യും, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ഒക്കെ വന്നിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഒരു 10 ട്രേഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ട്രേഡ് കാണുമായിരിക്കും ചെന്ന പാടെയൊക്കെ നല്ലൊരു മൂവ് പിന്നെ നടത്തുന്നത്. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ചെന്നിട്ട് അതേ കണക്ക് താഴത്തോട്ട് വീഴും, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നും അതേ കണക്ക് മുകളിലോട്ട് പോകും. അതൊരു 10 ട്രേഡിൽ ഒരു ട്രേഡ് കാണുമായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. കൂടുതൽ സമയവും നല്ലൊരു ബിഗ് മൂവ് മുകളിലോട്ടോ താഴത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നീട് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നിൽക്കും, എന്നിട്ടായിരിക്കും മാർക്കറ്റ് പിന്നെ മൂവ് നടത്തുന്നത്, നല്ലൊരു മൂവ് നടത്തുന്നത്. അതാണ് നമ്മളെ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒന്ന് സൈഡ് വൈസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അതിന് ശേഷമാകാം മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ താഴത്ത് ഇവിടെ ഒരു 5 മിനിറ്റ് സപ്പോർട്ടും കൂടെ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ പോയി ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്ന് പിന്നെയും കണ്ടിന്യൂസ് ഗ്രീൻ ക്യാൻഡിൽ അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴത്ത് വരുമ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് ലെവലുണ്ട്. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അതൊരു നേരത്തെയും കുറച്ച് തവണ അവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്ന ഒരു ഏരിയ ആണ്ട് ഈ ഒരു ഏരിയ കേട്ടോ, അവിടുന്ന് നല്ലൊരു മൂവ് താഴത്തോട്ട് വന്ന ഏരിയ. അപ്പോൾ അവിടെയാണ് മാർക്കറ്റ് ചെന്നിട്ട് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പിന്നെയും പോയത്. അപ്പോൾ മുകളിൽ ചെന്നിട്ട് തിരിച്ച് താഴത്ത് വരുമ്പോൾ അവിടെയും ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഏരിയ തന്നെ. അപ്പോൾ അതിനെ ഒരു സപ്പോർട്ടായിട്ട് തന്നെ നമ്മൾ അവിടെ നോട്ട് ചെയ്യണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകാം, തിരിച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒന്ന് സൈഡ് വൈസ് ആയിട്ട്, എന്നിട്ടേ താഴത്തോട്ട് നമ്മൾ ടാർഗറ്റിലോട്ട് വരും. ഇവിടെ ഒന്നും കൂടെ പറയാം ഈ എൻട്രി എടുക്കാനുള്ള റീസൺ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ താഴെ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഇത് 1 അവറിലാണേ,
താഴെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. പുതിയ ഹൈ വെക്കാതെ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്ന് മാർക്കറ്റ് ക്ലോസ് വെച്ചു. ഓക്കെ, ആ ഒരു ഹൈയിൽ നിന്നാണ് മാർക്കറ്റ് ആ ഒരു ലോയിനെ കട്ട് ചെയ്തത്. അപ്പോൾ തിരിച്ച് അതേ ഹൈയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. തൊട്ട് താഴത്ത് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. അതാണ് നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ടാർഗറ്റിലേക്ക് എത്തുമോ അതോ നമുക്ക് SL വരുമോ എന്നുള്ളത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ 5 മിനിറ്റിൽ കുറേ തവണ എന്തായാലും റെസ്പെക്റ്റ് ചെയ്തൊരു ഏരിയ, അവിടെ വരുമ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു ബ്ലാക്ക് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന തൊട്ട് താഴത്തുള്ള ഇടയിലൊരു സെല്ലിങ് ക്യാൻഡിലുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ വേണമെങ്കിൽ മേളിൽ നിന്ന് എൻട്രി എടുത്തിട്ട് ഒരു ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ബുക്ക് ചെയ്യാം. തിരിച്ച് വീണ്ടും ഒരു U-ടേൺ മുകളിലോട്ട് പോകുമ്പോൾ പുതിയ ഒരു താഴത്തോട്ടുള്ള ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് അവിടെ നിന്ന് ചെന്ന പാടെ ഒറ്റയടിക്ക് താഴത്തോട്ട് വരുന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല. കുറച്ച് നേരം ആ റെസിസ്റ്റൻസ് ഏരിയയിൽ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം താഴത്തോട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ തൊട്ട് താഴത്തുള്ള സപ്പോർട്ടിൽ നമ്മൾ ആ ബ്ലാക്ക് ലൈൻ വരച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. കാരണം ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോഴും നമ്മൾ നേരത്തെ കണ്ടതാണ്, നല്ലൊരു ഫോള് സംഭവിച്ച ഒരു ഏരിയയാണ് ആ ലെഫ്റ്റ് സൈഡിൽ. ഈ താഴെ നിന്നും അത്രയേ ദൂരം മുകളിൽ പോയതാണ് മാർക്കറ്റ്. നമ്മൾ ആ ഒരു അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത ഹൈയിലേക്ക് പോയതാണ്. അപ്പോൾ എന്തായാലും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് സമയം അവിടെ ഒന്ന് സൈഡ് വൈസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിന്നിട്ടായിരിക്കാം തിരിച്ച് വരുന്നത്. അല്ലെങ്കിൽ ആ മുകളിലുള്ള ഒരു വിക്ക് ഉണ്ടല്ലോ, ആ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലിൻ്റെ ആ ഒരു ഹൈ വരെയും ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ച് പോകാം. എക്സാക്റ്റ് ഒരു U-ടേൺ എൻട്രി. നമ്മുടെ എൻട്രി സെറ്റപ്പുകൾ നിങ്ങൾ നേരത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് ഏരിയയിൽ നിന്ന് എൻട്രികൾ പ്ലാൻ ചെയ്യേണ്ടത്. ആ ഒരു ഹയർ ഹൈ ലോവർ ഹൈ നോക്കിക്കൊണ്ട് ഒരു സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ എത്തുമ്പോൾ ഏത് രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ആ ഒരു എൻട്രി എങ്ങനെ എടുക്കണമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ പോയി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് തിരിച്ചൊരു U-ടേൺ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴത്തോട്ട് വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് താഴെ നിന്ന് ഹയർ ലോയിലാണ് മുകളിലോട്ട് പോയത്, ഉണ്ടല്ലേ, ഹയർ ലോ. അപ്പോൾ അവസാനത്തെ ആ ഒരു ലോ ഇത് 1 മിനിറ്റിലാണ്. 1 മിനിറ്റിലെ സ്റ്റഡി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഹയർ ലോ നല്ല രീതിയിൽ വർക്കൗട്ടാവും. 1 മിനിറ്റിൽ ഇനിയിപ്പോൾ സ്കാൾപ്പിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 1 മിനിറ്റിൽ നോക്കിയിട്ട് പോലും പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 1 മിനിറ്റിൽ നമ്മളൊന്ന് ചെയ്ത് കാണിച്ചതാണ് ആ ഒരു ഹയർ ലോ. അവിടെയും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കും, സെയിം സ്റ്റഡി തന്നെ. പക്ഷേ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ 5 മിനിറ്റിലായിരിക്കണം എൻട്രി എടുക്കാനായിട്ട് നോക്കേണ്ടത്. മാർക്കറ്റ് എന്തായാലും അവിടെ നിന്ന് സൈഡ് വൈസ് ആവാം, അതിനുള്ള സാധ്യത കൂടുതലും. ഒരുപാട് ചാർട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് നോക്കി ഒരുപാട് ചാർട്ടിൽ കുറേ നാളിങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വരും, അവിടെ ഒരു ഏരിയയിൽ വന്നിട്ട് എന്ത് സംഭവിക്കാം എന്നുള്ളത്. അത് വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് കുറച്ച് നേരം മാർക്കറ്റ് സ്പെൻഡ് ചെയ്യാം, എന്നിട്ടേ മാർക്കറ്റ് താഴത്തോട്ട് നമ്മളെ ടാർഗറ്റിലോട്ട് വരുത്തുള്ളൂ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ വീഡിയോ നമ്മളൊന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഒരുപാട് സമയമായതുകൊണ്ടാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നീണ്ടു നിൽക്കും, അതുകൊണ്ട് മാത്രമാണ് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ നമ്മുടെ ആ ഒരു സ്റ്റഡി നിങ്ങൾക്ക് മനസ്സിലാവണം, എന്തുകൊണ്ടാണ് ആ എൻട്രി എടുത്തത്, നമ്മളെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കുന്ന ഏരിയ എന്തുകൊണ്ടാണ്, അവിടെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആ ഒരു സ്റ്റഡി വെച്ചിട്ട് ഏത് രീതിയിൽ നമുക്ക് ആ ഒരു ഏരിയനെ പ്ലാൻ ചെയ്യണം, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. മേളിലൊരു ഹൈ, രണ്ടാമത് വീണ്ടും വന്നപ്പം ആ ഹൈക്ക് മേളിൽ പോകാൻ പറ്റാത്ത ആൾ വരും. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു 5 മിനിറ്റ് സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വരാം, ആ ഒരു താഴത്തേക്ക്. നമ്മൾ പറഞ്ഞ കണക്ക് അവിടെ വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ എൻട്രി എടുക്കാം. നമ്മൾ ഇൻഡെക്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രീമിയം DK എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ഒരുപാട് നേരം മാർക്കറ്റ് ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രീമിയം DK സംഭവിക്കാം. അപ്പോൾ നമ്മളൊരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്ത് കുറേ നേരം ഒരു ഏരിയയിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രീമിയം DK വരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകിൽ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും തിരിച്ചൊരു എൻട്രി സെറ്റപ്പ് വരുമ്പോൾ എൻട്രി എടുക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു എൻട്രി എടുത്തിട്ട് കുറേ നേരമായെങ്കിൽ നമ്മുടെ ബ്രോക്കർ ചാർജസും എല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ ഇറങ്ങാൻ നോക്കുക. കാരണം എൻട്രി എടുത്ത് കുറേ സമയം ആയെങ്കിൽ ഈ ഗോൾഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോറക്സ് ക്രിപ്റ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പ്രീമിയം ഡിക്കയുടെ വിഷയമൊന്നും വരുന്നില്ല, അങ്ങനെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്തിരിക്കാം നമ്മളെ ടാർഗറ്റിന് വേണ്ടിയും SLന് വേണ്ടിയും. അവിടുന്ന് ഇപ്പം ഈ ഒരു ഹൈയിലേക്ക് ഒന്നുകിൽ അതിൻ്റെ മുകളിലോട്ട് നേരത്തെ സെല്ലെടുത്തവരുടെ SL എടുക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ എക്സാക്റ്റ് ആ ഒരു ടേണിലേക്ക് പോയിട്ടോ ആയിരിക്കും മാർക്കറ്റ് പിന്നെ ഇതുപോലെ താഴത്തേക്ക് വരാൻ പോകുന്നത്. പിന്നെ മാർക്കറ്റ് നൈറ്റ് 1:30 വരെ ഉള്ളൂ മാർക്കറ്റ്. അപ്പോൾ അതിനുള്ളിൽ നമ്മളിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർ അതിനുള്ളിൽ എക്സിറ്റ് ചെയ്ത് മാറുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് ഇപ്പോൾ ഡെലിവറി എടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കൊക്കെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യും. ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവരാകുമ്പോൾ ഞാനായാലും അന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടാർഗറ്റിലോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് മാറും. ഓക്കെ. പിന്നെ ഒരുപാട് സമയം നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ടാർഗറ്റിലോട്ടൊക്കെ വരുന്നത്. അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ചാർട്ടിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് പോവുക. ഒന്നുകിൽ SL കിട്ടും അത്, അല്ലെങ്കിൽ ടാർഗറ്റ് വരും എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ കൂടുതലും ചാർട്ടിൽ SL ഇട്ട് വെക്കാറില്ല. ചാർട്ട് നോക്കിയിട്ട് മാനുവലിയാണ് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കണക്ക് ടൈം പോയിട്ട് തിരിച്ച് അതേ കണക്ക് വരാം. ഇപ്പം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഉണ്ടല്ലേ, എക്സാക്റ്റ് ആ ഒരു ടൈം പോവാം, അല്ലെങ്കിൽ ആ ഒരു ഹൈക്ക് മേളിൽ ജസ്റ്റ് പോയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ആ ഹൈക്ക് പോവാതെ താഴത്ത് വരാം. 3 രീതിയിൽ എൻട്രി സെറ്റപ്പ് അതാണ് അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഏരിയ അതേ കണക്കാണ്. ആ ഒരു ഹൈയിൽ പോവാതെ താഴത്തോട്ട് വരും. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അല്ലെങ്കിൽ തിരിച്ചെന്ത് ചെയ്യാം, ആ ഒരു 5 മിനിറ്റ് സപ്പോർട്ടിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും മുകളിലോട്ട് ഒരു ടേൺ എക്സാക്റ്റ് പോകും. എന്ന് വെച്ചാൽ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു വിക്കുള്ള ഫസ്റ്റ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലില്ലേ അതിൻ്റെ മുകളിൽ വരപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഈ നല്ല രീതിയിൽ മുകളിലോട്ട് പോയതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് തുടക്കത്തിലേ പറഞ്ഞത് അതുകൊണ്ടാണ്. മാർക്കറ്റ് ഒരു നല്ലൊരു മൂവ് മുകളിലോട്ട് നടത്തി കഴിഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചിരിക്കുന്ന കണക്ക് ഒരുപാട് പേര് ചിന്തിച്ചാണ്. അങ്ങനെ അവസാനത്തെ ആ ഒരു 1 hour ലോയിനെ കട്ട് ചെയ്തപ്പോൾ ആ ലോ കട്ട് ചെയ്ത ഹൈ ഏതാണോ ആ ഹൈയിൽ നിന്നും എൻട്രി എടുക്കാനായിട്ട് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷാണ്. എങ്കിലും നമുക്ക് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് കിട്ടുകയാണെങ്കിൽ, നല്ല ഏരിയയിൽ നിന്ന് ട്രേഡ് കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കാം. ഇനി അതിനെ നമ്മൾ റൈഡ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട. അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ ഇറങ്ങുക. മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് ട്രെൻഡ് ബൈയിങ് സൈഡിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബൈ എടുക്കാൻ കൂടുതൽ ശ്രമിക്കുക. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോരുക. അപ്പം മാർക്കറ്റ് അവിടെ സൈഡ് വേസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് സപ്പോർട്ടിൽ വന്നിട്ട് തിരിച്ച് എക്സാക്റ്റ് ആ ഒരു ഫസ്റ്റ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് പോയിട്ട് ഒരു ടേൺ പോയിട്ടായിരിക്കും മാർക്കറ്റ് താഴത്തോട്ട് വരാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അവിടെ സൈഡ് വേസ് ആയിട്ട് ആ ഒരു താഴത്തുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നു. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഇത്രയും നേരം മാർക്കറ്റ് അവിടെ സ്പെൻഡ് ചെയ്തതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീണ്ടും മുകളിലോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അല്ലാതെന്നുള്ളവർക്ക് അവിടെ ഹോൾഡ് ചെയ്തിരിക്കാൻ അത്രയും ക്ഷമയുണ്ട്, കുഴപ്പമില്ല, സമയവുമുണ്ട് എങ്കിൽ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കാം. ഇപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡിയിൽ നമ്മൾ ക്യാൻഡിലിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഇപ്പോൾ 1 hour നോക്കുമ്പോൾ കണ്ടോ, അവിടെ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ പോയിട്ട് തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഒരു ഹാമർ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഹാമർ ക്യാൻഡിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാങ്ങിങ് മാൻ എന്നാണ് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡിയിൽ. അപ്പോൾ ഇങ്ങനെ ക്യാൻഡിലുകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇപ്പോൾ ആ ഒരു പാറ്റേൺ ഫോം ചെയ്ത് നിൽക്കുന്നത് ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ പോലെയാണ്. ഇപ്പോൾ ഈ ഒരു 1 hour നോക്കുമ്പോൾ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് വെക്കണം, എങ്കിലേ അതൊരു ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ എന്ന് പറയാൻ പാറ്റേൺ എന്ന് പറയാൻ പറ്റൂ. അത് നമ്മൾ 5 മിനിറ്റിൽ നോക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ഓക്കെ. നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ടൈം ഫ്രെയിമാണോ, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിം ഏതാണോ ആ ടൈം ഫ്രെയിമിൽ ക്യാൻഡിലുകൾ എന്താണെന്നും നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം.
ഓക്കെ, അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സ്റ്റഡിയിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ബൈയിങ് പ്രഷറാണോ കൂടുതൽ വരുന്നത്, സെല്ലിങ് പ്രഷറാണോ കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ അവിടെ റിജക്ഷൻ ക്യാൻഡിലുകളാണോ. അപ്പോൾ ആ ക്യാൻഡിലിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ക്യാൻഡിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സ്ട്രെങ്ത് അറിയാൻ പറ്റും അവിടെ നടക്കുന്നത്. അതിന് ക്യാൻഡിലിനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അതൊരു ട്രെൻഡായിട്ടായിരുന്നു നേരത്തെ പോയിരുന്നത്. ഇങ്ങനെ ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ട് എടുത്തായിരുന്നു പോയിരുന്നത്. അത് മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ മേളിൽ റെസിസ്റ്റൻസ് ആയിട്ടും എടുത്തിരുന്നു. ഇങ്ങനെ മേളിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. മേളിൽ റെസിസ്റ്റൻസ് ആവും, താഴത്തെ ട്രെൻഡ് ലൈന് വരുമ്പോൾ സപ്പോർട്ട് എടുക്കും, പിന്നെയും മുകളിലോട്ട് പോവും, ആ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യും, താഴത്തോട്ട് വരുമ്പോൾ ട്രെൻഡ് ലൈനെ വീണ്ടും സപ്പോർട്ട് എടുക്കും. അതൊരു പാറ്റേൺ ബേസ്ഡ് ആണ്. നമ്മളിങ്ങനെ ഓരോരോ പാറ്റേൺസുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം മാർക്കറ്റിൽ. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, ഡബ്ല്യു പാറ്റേൺ, എം പാറ്റേൺ, കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ, ഇങ്ങനെ പല പല പാറ്റേണുകളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കും. ട്രയാങ്കിൾ പാറ്റേൺ തന്നെ പല രീതിയിൽ വരാം. അപ്പോൾ ആ ഒരു പാറ്റേൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ട് മുകളിൽ റെസിസ്റ്റൻസ് ആവുന്നെങ്കിൽ അങ്ങനെ. ഇപ്പോൾ താഴത്ത് വന്നിട്ടും അതുപോലെ വരാം. താഴത്ത് സപ്പോർട്ട് എടുക്കും, മുകളിൽ ട്രെൻഡായിട്ട് പോകും. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചാർട്ട് നോക്കുമ്പോൾ ട്രെൻഡ് ലൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈന് ഉറപ്പായിട്ടും ഒരു 2 പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് ചെയ്യുക. ട്രെൻഡ് ലൈനിൻ്റെ സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ യൂട്യൂബിൽ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ നോക്കുന്നവർ ആ വീഡിയോ നല്ല രീതിയിൽ പോയിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ എങ്ങനെ മാർക്ക് ചെയ്യണം, ആ ട്രെൻഡ് ലൈനിൽ വന്നാൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ എൻട്രി എടുത്തത് ആ ഒരു ഫസ്റ്റ് ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന്. എൻട്രി എടുത്തിട്ട് ഒരുപാട് സമയമായതുകൊണ്ട് ഈ ഒരു 5 മിനിറ്റ് സപ്പോർട്ടിൽ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്തു. ഇനി തിരിച്ച് വീണ്ടും ഒരു യു-ടേൺ മുകളിലോട്ട് ചെല്ലുമ്പോൾ പുതിയ ഒരു എൻട്രി എടുക്കും. ഓക്കെ, കാരണം ഒരുപാട് സമയമായെങ്കിൽ, നമ്മളിപ്പോൾ എൻട്രി എടുത്തിട്ട് ഒരുപാട് സമയമായെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കവിടെ ഒന്നുമില്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് ചാർജസ് കൊടുക്കാനുള്ള എമൗണ്ടിൽ ഇറങ്ങിപ്പോരുക. കാരണം നമ്മൾ ഇൻഡെക്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് സമയം സൈഡ് വേസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രീമിയം ഡിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഈ പറയുന്ന ഫോറക്സിൽ, ഗോൾഡിൽ അല്ലെങ്കിൽ ബിറ്റ് കോയിനകത്ത് ഒക്കെ ആണെങ്കിൽ ഈ പ്രീമിയം ഡിക്കയുടെ ഇഷ്യൂ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക, എസ്എല്ലിന് വേണ്ടിയും ടാർഗറ്റിന് വേണ്ടിയും. ഇൻഡെക്സിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു സംഗതി അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ചാർട്ടിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ക്ഷമയോടുകൂടി വേണം ആ ചാർട്ടിൻ്റെ മുമ്പിൽ ഇരിക്കാനായിട്ട്. ഒരു എൻട്രി അവസരം എത്തുന്നിടം വരെ, എൻട്രി എടുക്കാനായിട്ട് അവസരം കിട്ടുന്നിടം വരെ ആ ഒരു പേഷ്യൻസ് നമുക്കുണ്ടായിരിക്കണം. അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കാനുള്ള. അല്ലെങ്കിൽ ഒരു എൻട്രി എടുത്തതിന് ശേഷം ഇന്നടുത്ത് ഞാൻ SL കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊരു ക്ഷമയാണ്. എങ്കിൽ ആ ഓരോ എൻട്രി എടുക്കുന്നതിനും എക്സിറ്റ് ചെയ്യുന്നതിനുമൊക്കെ ക്ഷമയോടുകൂടി നമ്മൾ ഇരിക്കുക. ക്ഷമ ആട്ടി സൂപ്പിൻ്റെ ബലം തരുമെന്നാണ് അല്ലേ. അപ്പം അതുപോലെ ക്ഷമയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പിന് വേണ്ടി. എന്നിട്ട് എൻട്രി എടുക്കുക. എപ്പോഴാണോ അവസരം വരുന്നത് ആ ഒരു സമയത്ത് മാത്രം നമ്മൾ എൻട്രി എടുക്കാനായിട്ട് ഇരിക്കുക. അതുവരെ ചാർട്ടിനെ നോക്കിയിരിക്കുക. അല്ലെങ്കിൽ ചാർട്ടിൽ നമുക്ക് അലേർട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്തിടാം. അപ്പോൾ ആ അലേർട്ട് എത്തുമ്പോൾ നമ്മളിപ്പോൾ ഒരു എൻട്രി പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നുവെങ്കിൽ ആ ഒരു എൻട്രി പോയിൻ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അലേർട്ട് സെറ്റ് ചെയ്തിട്ടേക്കുക. എന്നിട്ട് ആ ഒരു സമയത്ത് വന്നിട്ട് വേണമെങ്കിൽ ചാർട്ട് നോക്കിയിരിക്കാതെ ആ അലേർട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് ട്രേഡ് എടുക്കാനായിട്ടിരിക്കാം. ഇനിയിപ്പോൾ ചാർട്ടിനെ നോക്കിയിരിക്കാൻ സമയമുള്ളവരാണെങ്കിൽ ചാർട്ടിനെ നോക്കിയിരുന്നുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കാം. അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞാൽ അലേർട്ട് സെറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ നമ്മൾ ഈ ചാർട്ടിൽ സ്റ്റഡി പഠിക്കാൻ എക്സ്പീരിയൻസ് ആയി കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, പഠിക്കാൻ കൂടുതൽ താല്പര്യം ഉള്ളവർ ചാർട്ടിൻ്റെ ഓരോ മൊമെൻറ്റ്സും ലൈവായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ചാർട്ടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്
ഓരോ ക്യാൻഡിലുകളും ഏതൊക്കെ രീതിയിലാണ് മൂവ് ആവുന്നത്, അവിടെ എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ സപ്പോർട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നു, ഏത് റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് എന്ത് ക്യാൻഡിൽ അല്ലെങ്കിൽ എന്ത് സിഗ്നൽ കാണിച്ചിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആകുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ലൈവായിട്ട് ഇരുന്ന് നോക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ചാർട്ടിൽ അല്ലെങ്കിൽ ഒരുപാട് ട്രേഡുകൾ ഇങ്ങനെ ഇരുന്ന് ലൈവായിട്ട് നോക്കുമ്പോൾ പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു ചാർട്ടിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻട്രി എടുക്കാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും 1-2 ചാർട്ടിനെ മാത്രം എപ്പോഴും ഫോക്കസ് ചെയ്യുക, എല്ലാ ചാർട്ടിൻ്റെയും പുറകിന് പോകാതെ. പിന്നെ എല്ലാ ചാർട്ടിലും പോയിട്ട് ബാക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്രകാരം ലോകത്തുള്ള ഏത് ചാർട്ടിൽ വേണമെങ്കിലും ഇതേ സ്റ്റഡി തന്നെയാണ്. ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ. ഇത് വെച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു എൻട്രി സെറ്റപ്പ് ഉണ്ടായിരിക്കണം, നല്ലൊരു സ്റ്റഡി ഉണ്ടായിരിക്കണം. ആ ഒരു എൻട്രി സെറ്റപ്പ് എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, അത്രയേ ഉള്ളൂ. ആ എൻട്രി സെറ്റപ്പ് വന്നില്ലെങ്കിൽ ചാടി കയറി എവിടെ നിന്നെങ്കിലും എൻട്രി എടുക്കാൻ നിൽക്കരുത്. എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്, ക്ഷമയില്ലാതെ എനിക്കൊരു എൻട്രി കിട്ടിയില്ല ഇതുവരെ, എവിടെ നിന്നെങ്കിലും ഒരു എൻട്രി എടുക്കാൻ തോന്നും, അത് സെല്ലും ആവും. അപ്പോൾ ആ എൻട്രി സെറ്റപ്പ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ കണക്കല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാർക്കറ്റ് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സൈഡ് ആവുന്നുണ്ട്. എന്നിട്ടായിരിക്കും തിരിച്ച് വീണ്ടും ഒരു യു ടൈം മുകളിലോട്ട് പോകും. ആ ഒരു 5 മിനിറ്റ് സപ്പോർട്ടിൽ നിന്നും മുകളിലോട്ട് പോയിട്ടാകാം തിരിച്ച് താഴത്തോട്ട് വരുന്നത്. ഇപ്പം മാർക്കറ്റ് കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ കണക്ക് ഇവിടെ കുറച്ച് നേരം സൈഡ് വേസ് ആയിട്ട് തിരിച്ച് എക്സാക്റ്റ് അതേ ലെവലിലേക്ക് യു ടൈം പോയിട്ടാണ് താഴത്തോട്ട് വന്നത്. നമ്മൾ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിരുന്നു, കാരണം സമയം ഒരുപാടായതുകൊണ്ട് നമുക്ക് വീഡിയോ ലെങ്ത് കൂടുതലാവും എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തത്. ഓക്കെ, എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ഷോർട്ടാക്കിയതാണ്. പിന്നീട് മാർക്കറ്റ് വന്നതുണ്ട്, നമ്മൾ പറഞ്ഞ കണക്ക് എക്സാക്റ്റ് തിരിച്ച് ഈ വരുന്ന വിലക്കം നോക്കുക, ലോവർ ഹൈ ലോവർ ലോയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റിൻ്റെ സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് പിന്നെ താഴത്തോട്ടാണ് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് പിന്നീട് ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചേ, തിരിച്ച് താഴത്തോട്ട് വന്ന് വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല, താഴത്ത് വീണ്ടും വന്നു, അതേ ഹൈയിൽ നിന്ന് തന്നെ വീണ്ടും തിരിച്ച് താഴത്തേക്ക് വന്നു. മാർക്കറ്റ് ഈ ഒരു സമയമായപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ക്ലോസ് ചെയ്തു. നിങ്ങൾ അന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അന്ന് തന്നെ ക്ലോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടാർഗറ്റും എസ്എല്ലും നമ്മുടെ ചാർട്ടിൽ ഇട്ട് വെച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത ദിവസത്തേക്ക്. ഡെലിവറിയിൽ എടുത്തിരുന്നാൽ മതി. ഓക്കെ, ഇൻട്രാഡേയിലാണെങ്കിൽ അന്ന് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. ഡെലിവറിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് അടുത്ത ദിവസത്തേക്ക് ഹോൾഡ് ചെയ്ത് ഇരിക്കാം ആ ഒരു ടാർഗറ്റ്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് റൈഡ് ചെയ്ത് വിട്ടാൽ മതി. ഇപ്പം സ്റ്റോപ്പ് ലോസിനെ റൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് മുകളിൽ ചെന്നപ്പോൾ വീണ്ടും എൻട്രി എടുത്തു, നമ്മൾ ഈ പറഞ്ഞ കണക്കൊരു യു ടേൺ എൻട്രി റെസിസ്റ്റൻസ് ഏരിയയിൽ ചെന്നപ്പോൾ എടുത്തു. അപ്പോൾ തിരിച്ച് ആ ഒരു ഹൈക്ക് മേളിൽ പോവല്. അപ്പോൾ ഇങ്ങനെ താഴത്തോട്ട് വരുമ്പോൾ മുമ്പുള്ള ഹൈ ഏരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യുക, മുമ്പുള്ള ഓരോ ഹൈ ഏരിയയിൽ. അപ്പോൾ ആ ഒരു അവസാനത്തെ ഹൈക്ക് മേളിൽ കയറിയാലേ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറി വരാനുള്ള സാധ്യതയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും മൂവ്മെൻറ്റ് വരെ തിരിച്ച് നഷ്ടപ്പെടുത്തണ്ട എന്നുണ്ടെങ്കിൽ വലിയ ക്യാൻഡിലുകളുടെ ഹൈയിൽ സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യുക. വലിയ ബിഗ് റെഡ് ക്യാൻഡിലുകളില്ലേ താഴത്തോട്ട് വരുന്നത്, ആ വലിയ റെഡ് ക്യാൻഡിലുകളുടെ ഹൈയിൽ സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യുക. അപ്പോൾ അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ മേളിൽ ഒരു ക്യാൻഡിൽ വന്ന് ക്ലോസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. അങ്ങനെയും സ്റ്റോപ്പ് ലോസിനെ റൈഡ് ചെയ്യാനായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് വെച്ചിട്ടില്ല നല്ല കണക്ക്. അപ്പോൾ അങ്ങനെയും റൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ അവസാനത്തെ ഹൈ എവിടെയാണോ ആ ഒരു ഹൈനെ നോക്കുക, ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ. അപ്പോൾ അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറിയാലാണ് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് വരാനുള്ള ആ ഒരു പ്രഷർ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ റൈഡ് ചെയ്യാം അവസാനത്തെ ഹൈയിൽ കൊണ്ടുവന്നിട്ട്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് ലോവർ ഹൈ ലോവർ ലോയിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ താഴെ വന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ SL പിന്നെ കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സീക്വൻസ് നോക്കിയിട്ട് ചെയ്യുന്നവർ. അപ്പോൾ ഇതിൻ്റെ മോഡിൽ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം. അതേ തിരിച്ചൊരു പുൾ ബാക്ക് വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാം. പിന്നെ മാർക്കറ്റ് ഇങ്ങനെ പോവാം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പോവാം, ഇങ്ങനെ സംഭവിക്കാം. ഇവിടം വരെ വന്നിട്ട് ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യും, ഒരു റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മേളിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ചിലപ്പോൾ ഈ ഒരു ലോയ്ക്ക് അടുത്ത് വന്നിട്ട് പോവാം,
ചിലപ്പോൾ ഈ താഴത്തുള്ള ലിക്വിഡിറ്റികൾ എടുത്തിട്ട് തിരിച്ച് കയറാം, അല്ലെങ്കിൽ എക്സാക്റ്റ് ഈ ഒരു ലോയിൽ വന്നിട്ട് തിരിച്ച് പോകാം, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയയിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നത്, അവിടെ വരുന്ന ക്യാൻഡിലുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ചാർട്ടിലും എൻട്രി എടുക്കാനായിട്ടിരിക്കാനും അല്ലെങ്കിൽ എൻട്രി എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്തിരിക്കാനും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻട്രി എടുക്കുന്ന റീസൺ, എന്തുകൊണ്ടാണ് എൻട്രി എടുക്കുന്നത്, ആ എൻട്രി എടുത്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേറെ ഏതെങ്കിലും അറിയാൻ താല്പര്യമുള്ള വീഡിയോയോട് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഷോർട്ടാക്കിയത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങൾ ഉറപ്പായിട്ടും പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.